നമ്മുടെ നീണ്ട കാത്തിരിപ്പിനുള്ള യാത്ര തുടങ്ങി. അയ്യോ വന്നില്ല, അത് നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. കുറെ നാൾക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സാധനം നമ്മൾ പോവാൻ പോവാണ്. എവിടെ? ഇതൊന്നും പറ്റത്തില്ല. നോർമൽ ട്രിപ്പ് പോയിട്ട് വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ടാൻ എല്ലാം മാറും, നമ്മൾ പോയിട്ടുള്ള വെയിലും എല്ലാം മാറും. ഇങ്ങനെ നോക്ക്, ഒരു ഡപ്പ 3 പേരും കൂടെ തീർത്തിരിക്കുന്നു. ഞാൻ വരാൻ 2 മിനിറ്റ് ലേറ്റ് ആയെങ്കിൽ എനിക്കിതിപ്പോ കിട്ടത്തില്ലായിരുന്നു ഗൈസ്. എനിക്ക് പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ഞാൻ പിന്നെ പണ്ടേ നാച്ചുറൽ ബ്യൂട്ടി ആയതുകൊണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ട്രിപ്പ് പോകാൻ പോകണം. എല്ലാം സെറ്റ് ഗൈസ്. അനി ഫോട്ടോ എടുക്കാനത് ഇല്ല ഗൈസ്, ഇത് സി ടൈപ്പ് ആണ്. എന്റെ അത് ലൈറ്റ്നിങ് ആണ്. ഇതെങ്ങനെ ഞാൻ എന്റെ ഫോണിൽ കുത്തും? ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആണ്. കൊള്ളാല്ലേ നെയില് കൊള്ളാല്ലേ. ഞങ്ങളുടെ വാവേനെ ഞങ്ങള് അടുത്ത ട്രിപ്പിന് കൊണ്ടുപോയില്ലേ. വാവയ്ക്ക് വരുമ്പോ എന്ത് വേണം? ഓക്കെ, വാവയ്ക്ക് നമ്മൾ തിരിച്ചു വരുമ്പോ വരണ വഴി ബർഗർ മേടിച്ചിട്ട് വരും. ഗൈസ് നമ്മൾ 3 പേരല്ലേ എപ്പോഴും ട്രിപ്പ് പോകുന്നു. ഞാനും ജോസ് ചേട്ടനും ആനിയും. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ കൂടെ 4 പേരാണ്. ഒരു കുഞ്ഞ് സ്മിത്ത് കൂടെ ഉണ്ട്. ഗൈസ് ഇത് നമ്മൾ 4 പേരായിട്ടുള്ള ആദ്യത്തെ ഇന്റർനാഷണൽ ഫസ്റ്റ് ടൈമാണ് അന്ന ചേച്ചി നമ്മുടെ കൂടെ. നമ്മൾ ഡൊമസ്റ്റിക് ട്രിപ്പ് ഞാനും അന്നേച്ചി ജോസിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ഇതാണ്. എപ്പോ എയർപോർട്ടിൽ വന്നാലും ഫുഡ് കഴിക്കണം. എവിടെ നിന്ന്? ജാമിൽ പോയി നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. നല്ല വിശപ്പുണ്ട്. എപ്പോഴും ജാം പറയാം. അത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കടയാണ് ഗൈസ്. അതാണ് നമ്മൾ പോയി കഴിക്കുന്നത്. പെട്ടി അവിടെ ഇരിക്കുന്നു, നമ്മള് പോണ്. അതിന്റെ അകത്ത് സ്വർണ്ണം ഇരിക്കുന്നു. അതിനകത്ത് പാസ്പോർട്ട് ഇരിക്കുന്നു. ഞാനൊരു ഒറ്റ ബുദ്ധിയാണ്ട് പിന്നെ ഞാൻ അതിനകത്ത് വെച്ച് ഞങ്ങൾ കയറി പോകും. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോ അബിന്റെ പാസ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവനെ നോക്ക്. അവരുടെ പേരെന്താ അറിയാമോ? എന്ത്? ഫ്യൂച്ചറിൽ ഇതുപോലെ അബിയ ആനിയ ആനി. ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാന് ഒരു സാധനം കണ്ടു. ഇതില്ലേ കൃഷ്ണതീരത്തിന്റെ ഷോപ്പാണേ. അപ്പൊ ഈ സാധനം നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷന് പറ്റിയതാ. അബുദാബിയിലുള്ള ഡെസേർട്ടാണോ? നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമ്മള് ഇങ്ങനെയൊക്കെ വെച്ച് വാവ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് സൗദി. മൊറോക്കോയിലുണ്ട്. അതാണോ? അത് ശരിക്കും പറയാം. അതല്ല ഗസ്. അതോ ജിത്തു ഒക്കെ ജോർജിയയിലുണ്ട്. അതോ ഡാനിച്ച അബുദാബിയിലുണ്ട്. വേറെ ഇവളുടെ ഒരു DSLR ടൈസൺ. ഇവളുടെ ഡൈസൺ വെച്ച എന്റെ ബാഗ് 3 പ്രാവശ്യം അവിടെ ഇട്ട് ചെക്ക് ചെയ്ത്. ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് എന്റെ സാധനങ്ങള് എല്ലാം പോട്ടെ. നീ എത്ര കിലോ ഉണ്ടോന്ന്? ഞങ്ങൾക്ക് ആക്ച്വലി ഹാൻഡ് ലഗേജ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരാൾക്ക് 7 കിലോ കൊണ്ടുവച്ചു. പാവം ജോസേട്ടൻ 3.5 കിലോ എടുത്തോണ്ട് ഇവർ 2 മാനേജ് ആയി പോയി. എല്ലാം പോട്ട്. നീ ഒരു 7 കിലോ എന്ന് വെച്ചു. നീ ഒരു 6.5 8 ഒരു കയ്യബദ്ധം നാറ്റുകരുത്. 10 കിലോ കൊണ്ട് വന്നിരിക്കുന്നു. നമ്മുടെ ഇലക്ട്രോണിക് സാധനം എവിടേക്ക് ഇരിക്കണം നമുക്കറിയാം. അപ്പൊ ഞാൻ എന്റെ ഫോണ് ചാർജർ എല്ലാം മാറ്റി കൊടുത്തു. ബാഗ് 3 പ്രാവശ്യം പറഞ്ഞു. കാരണം എന്ത്? ഇവളുടെ ഡൈസ് ഒരു തവണ കണ്ടത് ഓർക്കണം ഗൈസ്. 7 കിലോ എടുക്കാത്തോണ്ടല്ലേ പിന്നെ. ഒരു ഡൈസ മാറ്റിയപ്പോ എനിക്ക് കറക്റ്റ് ആയി. എല്ലാരും പറയുന്ന ഹന്നേച്ചിയുടെ കണ്ണ് സൂപ്പർ. നോക്കട്ടെ. അവളോ അഴുക്ക്. തിരിച്ചു പറ. അന്വേഷി ഇങ്ങനെ തിരിച്ചു പറയണം. എന്തിനാ അവൻ പറയുന്നത്? ഞാൻ തിരിച്ചു പറയണം. അവന്റെ ബുദ്ധി. അവനും അങ്ങനെ ഇപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്.
നിങ്ങളുടെ ടീം ഞാൻ ഒറ്റ കളിക്കാൻ അടിയാൻ. ഊക്കമുണ്ടോ വാറാണ് നീ കാട്ടാക്കട എവിടെ ഉള്ളടി? ഞാൻ രതീശണ്ണന്റെ കളി. നീ അമേരിക്കുള്ളാരടി? കുറച്ച് കഴിയുമ്പോ പോവായിരിക്കും. സക്സസ്ഫുള്ളി നമ്മുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ. പക്ഷെ അത് നല്ലതാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് 1 മണിക്കൂർ ഇടുന്നെന്ന് പറഞ്ഞിട്ട് അടുത്ത് പോകുന്ന സ്ഥലത്ത് 3 മണിക്കൂർ ലേവർ ഉണ്ട്. അവിടെ 1 മണിക്കൂർ കുറഞ്ഞ് അവിടെ പോയി ഇരിക്കണ്ടല്ലോ. അതല്ല എല്ലാം ഒരുപോലെയല്ലേ? ഇവിടെ 2 മണിക്കൂർ ഇരുന്ന് അവിടെ ട്രിവാൻഡ്രത്ത് ഇരുന്ന കുറച്ച് മലയാളികളോട് സംസാരിച്ചിരിക്കാം, മലയാളി ഫുഡ്സ് കഴിക്കാം. പക്ഷെ അവിടെ പോയി എന്താ ഇരിക്കാൻ പറ്റും? അത് കഴിക്കാൻ പറ്റില്ലല്ലോ. കൂടെ വരണവര് മലയാളിയല്ലേ? എന്റെ ബുദ്ധി വിമാനമാണ്. വിമാനത്തിൽ കയറാം. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. എന്തൊക്കെ കേൾക്കണോ എന്തോ. അമ്മ ഇത് ഇവിടെ നിന്ന് ഇവരടിക്കുന്നത് ഫ്ലൈറ്റിനകത്ത് ഇങ്ങനെ പുറത്ത് പോകാൻ നിൽക്കും. അത് എല്ലാരും കേട്ട് 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 ഒരെണ്ണം അടിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ ഒരെണ്ണം അടിക്കും. നോക്ക് എന്റെ ഇതുവരെ തൂക്കൂടെ. നമുക്ക് 15 കിലോ. ഞങ്ങൾ ആക്ച്വലി 4 സീറ്റും വേറെ വേറെ സ്ഥലത്തായിരുന്നു. നമ്മൾ എയർ ഹോസ്റ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ നമ്മൾ ബ്ലാക്ക് സീറ്റുള്ള എവിടെ വേണമെങ്കിലും കയറി ഇരിക്കാൻ പറഞ്ഞല്ലേ. ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഒരു കപ്പിൾ അവിടെ ഇരിക്കുന്നു. വെൽക്കം ടു മലേഷ്യ. സമയമില്ല. നമ്മൾ ഗൈസ് അങ്ങനെ മലേഷ്യ എത്തി. മലേഷ്യയിൽ നമ്മൾ 2ാമത്തെ തവണയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ഡെസ്റ്റിനേഷൻ മലേഷ്യ അല്ലല്ലോ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? മലേഷ്യ ടു ബോർഡിംഗ് 20 മിനിറ്റ് സ്റ്റാർട്ട് ആവും. ഇത് ചെക്ക് ഇൻ ചെയ്യണം. എത്തും 20 മിനിറ്റ്സേ ഉള്ളൂ. നമുക്കില്ലേ ഫ്ലൈറ്റ് 1 hour ഡിലേ ആയിരുന്നേ. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ബോർഡിംഗ് പാസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ഓടിപ്പടലാണ് വന്നത്. ഭയങ്കര സീനായിരുന്നു. ഞങ്ങൾ ഓടി. ഫ്ലൈറ്റ് കിട്ടി ഗൈസ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മള് ലൊക്കേഷനിലെത്തി. ഇത് ലൊക്കേഷൻ എയർപോർട്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാ? നമ്മുടെ ഡെസ്റ്റിനേഷൻ ആക്ച്വലി നമ്മൾ കണ്ടില്ല ഇതുവരെയ്ക്കും. അങ്ങനെ നമ്മുടെ വെളിയിലോട്ട് പോകാൻ പോവുകയാണ്. പല്ല് തേക്കാതെ ചേച്ചി മൗത്ത് ഫ്രഷ്നർ കൈ അടിച്ചതു. നമ്മുടെ പ്ലൂട്ടോ ചേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ ഏകദേശം ഞങ്ങൾ എവിടെയാന്ന്. ഗൈസ് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ വന്ന് ഞാനിട്ട് ചോദിച്ചു എക്സിറ്റ് എവിടെയെന്ന്. അങ്ങോട്ട് അവിടെ പോയപ്പോ എമർജൻസി എക്സിറ്റ്. ഞാൻ തന്നെ പറഞ്ഞേ എക്സിറ്റ്, എമർജൻസി എക്സിറ്റ്. ഗൈസ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ബാലി. നമ്മുടെ ഗൈഡിന്റെ പേര് പ്ലൂട്ടോ എന്നാ. പുള്ളിക്കാരൻ ആനി നമ്പിക്രോസ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ ഡ്രൈവർ പ്ലൂട്ടോ ചേട്ടൻ. താങ്ക് യു. ഓക്കേ. അങ്ങനെ ഗൈസ് നമ്മള് ബാലിയില് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വന്ന ഗൈസ് പ്രകൃതി രമണീയമായ സ്ഥലം. നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ. ഇവിടെ വന്നപ്പോ മിക്കത് നമ്മുടെ നാട്ടിലുള്ള പോലെയൊക്കെ തോന്നി എനിക്ക്. നമ്മൾ ഇവിടുത്തെ ഒരു വില്ലയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കിഡിലും ബ്യൂട്ടിഫുൾ വില്ല. അവിടുത്തെ വ്യൂ നോക്ക്. വാഴ, ആനി വാഴ, ആനി വാഴ. ഇനിയുള്ള 2 ദിവസം നമ്മൾ ഇവിടെ ആയിരിക്കും. ഒരു പ്രൈവറ്റ് വില്ല. ഞാൻ എന്റെ മൈൻഡിൽ ഇത് ബാക്ക് സൈഡ് ആയിരുന്നു. അതെ ആനി ചേച്ചി സെന്ററിൽ വെള്ളം ഒഴിക്കണം. പൂളിന്റെ അവിടെ നിന്ന് തന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ, ഓപ്പൺ ഡൈനിങ്, ഓപ്പൺ ഗാർഡൻ, ഓപ്പൺ കുളിമുറിയുടെ ഉണ്ടെങ്കിലോ
പക്ക എസ്തെറ്റിക് സാധനം, തടികളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പക്ക. ഫിഷ് ബീച്ച്. ഇതാണ് എന്റെ റൂം. ഓപ്പൺ ബാത്റൂം. നൈസ് അല്ലേ? പ്രകൃതി വ്യൂ കൊണ്ട് കുളിക്കാം. അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കാൻ പറ്റും. നുഴഞ്ഞു നോക്കാൻ പറ്റും. ഇവിടത്തെ തെങ്ങിന്റെ സൈസ് നോക്കുക. നമ്മളിവിടെ ഉച്ചയൊക്കെ ആയപ്പോ ബാലി എത്തി. ഇനി നമുക്ക് വൈകുന്നേരം ഇത്തിരി സമയം ഫ്രഷ് ആയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവിടുത്തെ സിറ്റി ടൂർ ഒന്ന് കറങ്ങാൻ പോവാം. നമ്മൾ സിറ്റിന്ന് കുറച്ച് വില്ലേജ് സൈഡാണ് ഈ വില്ല എടുത്തേക്കുന്നത്. കിടില സാധനം 2 BHK, ഒരെണ്ണം ഓപ്പൺ ബാത്റൂം, ഒരെണ്ണം പകുതി ഓപ്പൺ ബാത്റൂം, ഒരു പുറത്തൊരു കിടില വില്ല, ഓപ്പൺ കിച്ചൺ, ഓപ്പൺ ഡൈനിങ്. നൈസ് ആയിരിക്കും. നല്ല ക്ലൈമറ്റും വെറൈറ്റി സാധനം. ഫുള്ള് പുറത്ത് ഫുള്ള് ഗാർഡൻ. അത് നല്ല നല്ല പ്രൈസിന് കിട്ടി ഇവിടെ വന്നപ്പം. നമ്മളാണെങ്കിൽ ഇന്നലെ രാത്രി നമ്മൾ കഴിച്ചത് ഇതുവരെയ്ക്കും ഒന്നും കഴിച്ചിട്ടില്ല. രാത്രി 12 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇവിടെ എത്തി. റൂമിലെത്തിയപ്പോ 4:30 കഴിഞ്ഞ് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് 4 മണിക്കാണ് നമ്മളെ റൂമിലെത്തിയത്. സോ നല്ല രീതിയിൽ വിശക്കുന്നു. പക്ഷെ ഇവിടുത്തെ മെനു നോക്കിയപ്പോ 40,000 50,000 എന്ന കണക്കിലില്ല. പണ്ടെന്ന് അറിയാവോ ഇവിടുത്തെ 40,000 നമ്മുടെ അടുത്ത് എത്ര രൂപ? 50, അങ്ങനെ 300 അങ്ങനെയൊക്കെ ഉള്ളൂ. 1 കോടി രൂപയാണ് ഇവിടത്തെ ഒരു നോട്ടില് 1 ലക്ഷം ഒന്ന് എഴുതിയിരിക്കുന്നത്. ഇന്ത്യൻ റുപ്പി അല്ല, ഇന്തോനേഷ്യൻ റുപ്പി. 1 കോടി കൊണ്ടുവന്നു. പക്ഷേ ഇത്രയും തന്നെ ഉണ്ടായിരുന്നു 1 കോടി. ഇത്ര തന്നെ ഉണ്ടായിരുന്നു 1 കോടി. കുറെ സാധനങ്ങളുണ്ട് ഇവിടത്തെ വെറൈറ്റി. എനിക്കൊരു 65,000 രൂപയുടെ പിസ്സ. പണം എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് 60,000 രൂപയുടെ മീറ്റ് ലവേഴ്സിന് പറ്റിയ 75,000 രൂപയുടെ എനിക്ക് 1,05,000 രൂപയുടെ ഒരു സ്മൂത്തി. ചുമ്മാ പറയണേ. എന്നാ ഒരു 2.5 ലക്ഷത്തിന്റെ ഒരു ജ്യൂസ് മേടിക്കേ. അപ്പൊ എനിക്ക് 5 ലക്ഷത്തിന്റെ ഫ്രൈ എന്ന് പറയാവുന്ന സ്റ്റേക്ക് മതി. അങ്ങനെയാണെങ്കിൽ ബില്ലെല്ലാം കൂടി കൂട്ടുമ്പോ ഒരു 10-11 ലക്ഷം രൂപയ്ക്ക് ഒരു നേരം കഴിക്കുമായിരിക്കും അല്ലേ? ഇവിടത്തെ കറൻസി ഞങ്ങൾ കാണിച്ചത്. ഇതിനകത്ത് ഇപ്പൊ ഒരു 65 ലക്ഷം രൂപ ഉണ്ടല്ലേ? ഇല്ല, ഇത് മൊത്തത്തില് 1 കോടി. ഇത് കണ്ടോ, 1 ലക്ഷം രൂപയുടെ നോട്ടാ. ഇതാണ് ഒരു നോട്ട്, 1 ലക്ഷം രൂപ. അപ്പൊ നമ്മള് ഒരു ദിവസം ഒരു 10 ലക്ഷം രൂപ ഒരു നേരം ഒരു 5 ലക്ഷം രൂപ കഴിക്കാം. ഒരു 5 ലക്ഷം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. 1 2 3 4 5 5 ലക്ഷം നിനക്ക്. 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ 5 ലക്ഷം നിനക്ക്, ബാക്കി 95 ലക്ഷം എനിക്ക്. നേരത്തെ പറഞ്ഞ അബിന് നേരത്തെ പറഞ്ഞു, അബിന് 5 അല്ലെങ്കിൽ 15 മതി. ആനിക്ക് കണക്കറിയത്തില്ല. ഞാൻ ആനി പറഞ്ഞു എനിക്ക് 1 ലക്ഷം മതി ചേട്ടാ. ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് 5 ലക്ഷം മതി. എന്റെ കയ്യിലാണല്ലോ പൈസ. ഗൈസ്, ഇവിടത്തെ 1 ലക്ഷം രൂപ നമ്മുടെ നാട്ടിൽ എത്ര രൂപയെന്ന് കണ്ടുപിടിക്കാം. 5 ലക്ഷം രൂപയ്ക്ക് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ ഗൈസ്. ഇവിടത്തെ 1 ലക്ഷം രൂപ നാട്ടിലെ 542 രൂപയേ ഉള്ളൂ. 542 രൂപയ്ക്ക് കഴിക്കുന്നതിൽ തെറ്റില്ല. 542 രൂപ. എത്ര? 1 ലക്ഷം രൂപ. 1 ലക്ഷം ആനിക്ക് അത്രയും മതിയെന്ന് പറഞ്ഞാൽ ഞങ്ങള് നേരത്തെ നോക്കിയില്ലേ 75,000ന്റെ പിസ്സ. അപ്പൊ 75,000 എത്ര നോക്ക്. 75,000 406 രൂപയ്ക്ക് ആനി ഇന്ന് ലേവിഷ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. പക്ഷെ ആ 75,000-ന് 1 ലക്ഷം രൂപയുടെ നോട്ട് കൊടുക്കണം. വേറെ ഫണ്ട് പറഞ്ഞു ചേട്ടാ, ഈ 1 ലക്ഷം രൂപയുടെ നോട്ട് പല നോട്ടാ. ഡിസൈൻ 1 ലക്ഷം രൂപയാ. പക്ഷേ ഇല്ലേ എല്ലാത്തിനും ഈ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട്. ഈ പെണ്ണുങ്ങളുണ്ടായതില് പെണ്ണുങ്ങളുണ്ടെന്ന് ഇവിടത്തെ. എന്ത് സിമ്പിൾ ആയിട്ട് പറഞ്ഞോണ്ട് ഇവിടത്തെ പെണ്ണുങ്ങളുണ്ടെന്ന് ഹോട്ടലിൽ. വേറെ ഒന്നും വിചാരിക്ക. ഗൈസ്, ഫുഡ് കിട്ടാതെ ഫുഡ് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഇത്രയും ഫുഡ്. ഇത് ബാലിയോ കേരളോ? നല്ല ഫുഡ്. ഞാൻ റെഡിയായി പോവാൻ. ഞാനും റെഡിയായി. ഞാൻ റെഡിയല്ല, ജോഷനെ കാണിക്കാൻ. Hey guys, this is our outfit for the Bali night. ഇവിടെ
Guys, വെച്ച് തുടങ്ങിയതാ. ഞാൻ മര്യാദയ്ക്ക് ഡ്രസ് ഇട്ടിരുന്നപ്പോ ആനി പറഞ്ഞു ഈ കണ്ണാടിയുടെ വയ്ക്ക. ഏത് ലെവല്? ഇന്തോനേഷ്യൻ ബോയ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ബാലിയിൽ മറ്റേ ബാഗ് ഇട്ടിട്ട് ഇങ്ങനെ പറയില്ലേ, വരൂ. ഗൈസ്, ബാലിയിൽ വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഔട്ട്ഫിറ്റ്. എല്ലാരും വേറെ വേറെ ഫേസിലിരിക്കുന്നു. ഞാനൊരു കോൺസേർട്ടിന് പോകുന്ന പോലെ. നല്ല സ്കൈ, നല്ല രസമുള്ള വ്യൂ. വില്ലയുടെ ഡോർ തുറന്ന് വരുമ്പോ ഫ്രണ്ടില് വയലും കടലിനക്കരെ പോണോലെ റോഡിന്ന് കുറച്ചിങ്ങോട്ട് മാറിയായിരിക്കുന്നു. അതാണ് ഇത്രയും നല്ല നല്ല ഗാർഡനും മരങ്ങളും നൈസായിരിക്കുന്നു. ഇല്ല, ഇവിടെ ഇറങ്ങിയപ്പോഴേ മരവും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ബ്രാലി എന്ന് നമ്മുടെ അവിടെ സ്ഥലം ബാലി എത്തിയപ്പോ വൈകുന്നേരം ഇത്ര ദൂരം വന്നേല്ലേ, അപ്പൊ രാത്രി വെറുതെ ഒന്ന് പുറത്തിറങ്ങണം. സത്യം പറഞ്ഞാൽ ഇതല്ല ബാലി. ഇന്നല്ല നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്, ശരിക്കും നാളെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഇവിടെ വന്നപ്പോ ബിയർ പൊട്ടിക്കുന്ന ഒരു സാധനം കണ്ടു. പക്ഷെ അത് ഉണ്ടായിരിക്കുന്ന ഷേപ്പാണ് വ്യത്യാസം. നോ, അബി കാണിക്കാൻ പാടില്ല നീ. നോ 18+ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കാണിക്കേണ്ടതാണ്. ഗൈസ്, ഇന്നത്തെ ഡേ നമ്മൾ എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെയോ ഷോപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നു. പക്ഷെ ഇന്ന് നമ്മൾ വെറുതെ ഒരു ഡേ കളയണ്ടെന്ന് വെച്ചിട്ട് വൈകുന്നേരം പുറത്ത് പോയതാണ്. ഇന്നൊരു നോർമൽ ഡേ. നാളെയാണ് ഗൈസ് മെയിൻ ഡേ. ഇന്ന് സാമ്പിൾ, ഇന്ന് നമ്മൾ ചുമ്മാ കണ്ട്. നാളെയാണ് ശരിക്കും പറഞ്ഞ ഐറ്റ്നറി. അപ്പം നാളെ നമ്മള് പൊളിക്കും കാര്യം.